ആണ്? അതെ, ക്രിസ്റ്റ ഓട്ടോമാറ്റിക് വേരിയന്റ് തന്നെയാണ്, ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ്. ഇത് നമുക്ക് ബെൻസിന്റെ തന്നെയാണ് വീണ്ടും. CLA-യുടെ 200 ഡീസൽ മോഡലാണ്. ഇത് നമ്മൾ പരിചയപ്പെടുന്നത് 2018 സിംഗിൾ ഓണർഷിപ്പിലിരിക്കുന്ന വാഹനം തന്നെയാണ്, ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് GLA 200 ഡീസൽ. അടുത്തതായിട്ട് ജാഗ്വാറിൻ്റെ XF മോഡലാണ്, 2014 മോഡല്. അടുത്ത വണ്ടി ബെൻസിൻ്റെ തന്നെയാണ് വണ്ടി, 2012 C250 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എക്സ്ട്രൈവിലാണ്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോസാണ്. അത് ഇന്നോവയുടെ നല്ലൊരു കളക്ഷൻ, വൻ ശേഖരമുണ്ട്. ഇന്നോവ ക്രിസ്റ്റയുടെ, അതേപോലെ പ്രീമിയം സെഗ്മെൻറ്റ് വേണം, മെഴ്സിഡീസ് ബെൻസ്, ജാഗ്വാർ തുടങ്ങി വൻ കളക്ഷനുണ്ട്. ഇപ്പോൾ ലൊക്കേഷൻ വരുന്നത് എക്സ്ട്രൈവാണ്, ട്രിവാൻഡ്രം കുളത്തൂർ. ട്രിവാൻഡ്രത്ത് നമ്മൾ കഴക്കൂട്ടം കുളത്തൂർ USD ഗ്ലോബലിൻ്റെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ സഫീർ ഏട്ടനുണ്ട്. അതിലോട്ട് സ്വാഗതം. വെൽക്കം. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് കുളത്തൂർ അല്ലേ? കുളത്തൂരാണ്. ട്രിവാൻഡ്രം ലുലുമാളിനും കഴക്കൂട്ടത്തിനും ഇടയിലാണ്. USD ഇൻഫോസിന് ഓപ്പോസിറ്റായിട്ട് അൽസായറിൻ്റെ അടുത്തായിട്ടാണ് അവിടെ. അപ്പോൾ നമ്മുടെ ഫിനാൻസ് ഓപ്ഷൻസ് വരുന്നത് ഏത് വർഷമില്ല? 2010 മുതൽ വണ്ടി ഫിനാൻസ് ഓപ്ഷൻസ് 10 മുതൽ വരുന്നുണ്ട്. വണ്ടിക്ക് 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് അത് എലിജിബിൾ ആയിട്ടുള്ള കസ്റ്റമർ വെഹിക്കിൾസിന് 1 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇവരുടെ നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പം അവരുടെ നമ്മൾ വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ഓതറൈസ്ഡ് ഷോറൂമാണ്. അതെ, ട്രിവാൻഡ്രത്തെ ഫസ്റ്റ് ഓതറൈസ്ഡ് ഷോറൂമാണ് എക്സ്ട്രൈവ്. അപ്പോൾ നമുക്ക് ഇന്നോവയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഷുവർ. എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് നമുക്ക് ഫസ്റ്റ് പരിചയപ്പെടുന്നത് 2020 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 98,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. മാനുവൽ വണ്ടിയല്ലേ? GX ഓട്ടോമാറ്റിക്കാണ്. അതെ അതെ. ഓക്കെ, പുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. എല്ലാം ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലുള്ള വാഹനമാണ്. ഓക്കെ, റീപ്ലേസ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം സർവീസ് തന്നെയാണല്ലോ? ഷോറൂം സർവീസ് തന്നെയാണ്. ഓക്കെ, ഇൻറ്റീരിയർ സീറ്റ് ഫാബ്രിക്കാണ്, പക്ഷേ വെൽ മെയിൻറ്റെയിൻ ആണ്, നീറ്റായിട്ട് പോകണ്ട കേട്ടോ. ഫ്ലോർ മാറ്റുണ്ട്, എല്ലാം ക്ലീനാണ്. റൂഫ് AC വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC പവറുണ്ട്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. ഡ്യുവൽ എയർ ബാഗ് ഡ്യുവൽ അല്ലേ വരുന്നത്? ഡ്യുവൽ എയർ ബാഗ് അല്ലേ? എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. അതെ. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കാണ്, 7 സീറ്ററാണ്. അതുപോലെ എല്ലാം കമ്പനി മെയിൻറ്റൈൻഡ് വാഹനമാണ്. ഓക്കെ, എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ പ്രൈസ് കോട്ട് ചെയ്തേക്കുന്നത് 22,80. 22,80. ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആണ്. ഓക്കെ, നമ്മുടെ ഫിനാൻസ് അപ്പോൾ എത്ര വരെ കയറുന്നുണ്ട്? ഫിനാൻസ് ഓൾമോസ്റ്റ് നമുക്കൊരു 85 വരെ നമുക്ക് ഫിനാൻസ് ഓപ്ഷൻ കിട്ടുന്ന മോഡലാണ്. 20 മോഡലും ഉണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ട്രിവാൻഡ്രം രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഓൾമോസ്റ്റ് ഇന്ന് പരിചയപ്പെടുന്ന ക്രിസ്റ്റ എല്ലാം ട്രിവാൻഡ്രം രജിസ്ട്രേഷനിലാണ്. ഒറിജിനൽ കേരള വണ്ടികളാണ്. ഒറിജിനൽ കേരള ട്രിവാൻഡ്രം രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. ഓക്കെ, ഇപ്പോൾ അടുത്തതായിട്ട് 2021 Z ഓട്ടോമാറ്റിക്കാണ്. ഏറ്റവും ടോപ്പ് മോഡലാണ്. ഓക്കെ, അതുപോലെ എല്ലാ കമ്പനിയും മെയിൻറ്റൈൻഡ് വാഹനമാണ്. ഓണർഷിപ്പ് കമ്പനി ഹിസ്റ്ററിയിലുള്ളതാണ്. സിംഗിൾ ഓണർഷിപ്പാണ്. 66,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇസഡ് ആണ് വേരിയന്റ്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ചെറിയ പെയിന്റ് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബമ്പർ അങ്ങനെയുള്ള 1-2 കാര്യങ്ങളൊക്കെ റീപ്ലേസ്. മേജർ ആക്സിഡൻസ് ഒന്നുമില്ല. ഷോറൂം സർവീസ് തന്നെയാണ്. ഷോറൂം സർവീസാണ്. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയാണ്. ഓക്കെ, ഇന്റീരിയർ നീറ്റാണ്. 8 സീറ്റാണ് വരുന്നത്, 7 സീറ്റാണ് വരുന്നത് അല്ലേ? 7 സീറ്റാണ് വരുന്നത്. ടോപ്പ് മോഡലാണ്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് ഒറിജിനൽ ലെതറാണ് വരുന്നത്. ലെതറാ അല്ലേ? മീൻസ് ഇൻബിൽറ്റ് ലെതറാണ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നത്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, AC ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, ബോർഡർ പോയിന്റ് എല്ലാം വരുന്നുണ്ട്. ഫീച്ചർ ടോപ്പ് എൻ്റെ വണ്ടിയാണ്. അപ്പോൾ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ഫുള്ളി ലോഡഡ്. ടോപ്പ് എൻ്റെ വണ്ടി ഓട്ടോമാറ്റിക് അല്ലേ? അതെ, ഓട്ടോമാറ്റിക്കാണ്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ നമുക്ക് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഇത് 27,50 പ്രൈസ്. നമ്മൾ 27,50. ഇത് നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. ഷുവർ. അപ്പോൾ ഇതിൻ്റെ ഫിനാൻസ് എങ്ങനെയാണ് വരുന്നത്? ഫിനാൻസ് ഓപ്ഷൻ ഓൾമോസ്റ്റ് ഒരു 90% ഫിനാൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പരിചയപ്പെടുന്നത് 2018 സിംഗിൾ ഓണർഷിപ്പിലിരിക്കുന്ന വാഹനം തന്നെയാണ്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ തന്നെയാണ്. ഓക്കെ, 176 ഓടി സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. ഓക്കെ, ഇത് നമ്മുടെ വേരിയൻ്റ് ഏതാ വരുന്നത്? ഇത് വേരിയൻ്റ് വരുന്നത് GX ഓട്ടോമാറ്റിക് ആണ്. GX ഓട്ടോമാറ്റിക്. ഓക്കെ, 8 സീറ്റർ ആണല്ലേ? അതെ അതെ. ഓക്കെ, വണ്ടി നീറ്റാണ്, വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലാണ്. വെൽ മെയിൻറ്റൈൻഡ് വെഹിക്കിളാണ്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 1 lakhന്റെ ആക്സസറീസ് അഡീഷണൽ ചെയ്തേക്കുന്ന വാഹനമാണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, സീറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഡിയോ ഒക്കെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 8 സീറ്റാണ് വരുന്നത് വണ്ടി അല്ലേ? 8 സീറ്റാണ് വരുന്നത്. ഓക്കെ, നീറ്റ് കണ്ടീഷനാണ് കേട്ടോ. അതെ, ഇതിനകത്തും സ്റ്റീരിയോ വരുന്നുണ്ട്, AC വരുന്നുണ്ട്, ഓർഡർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ, ഇത് വേരിയൻ്റ് വരുന്നത് G അല്ലേ? GX ഓട്ടോമാറ്റിക് 8 സീറ്റ്. ഓക്കെ, വണ്ടി നീറ്റ് കണ്ടീഷൻ ഇരിപ്പുണ്ട്. വേറെ സ്ക്രാച്ചസ് ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല. വേറെ ക്ലൈം ഒന്നും ഇല്ലല്ലോ അതിനകത്ത്? ഒന്നുമില്ല. ഓക്കെ,
അപ്പോൾ ചേട്ടൻ്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നതിൻ്റെ? ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 1875 ഇതിൻ്റെ പ്രൈസ് കോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, നെഗോഷ്യബിൾ ആണല്ലോ? തീർച്ചയായിട്ടും. ഓക്കെ, ഫിനാൻസ് അപ്പോൾ എങ്ങനെ വരും? ഫിനാൻസ് ഓപ്ഷൻ ഒരു 85 to 90% വരെ ഫിനാൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത വണ്ടി വീണ്ടും ക്രിസ്റ്റ ഏതാണ്? അതെ, ക്രിസ്റ്റ ഓട്ടോമാറ്റിക് വേരിയൻ്റ് തന്നെയാണ്, ട്രിവാൻഡ്രം വണ്ടി തന്നെയാണ്. ഓക്കെ, 2021 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 91,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനം തന്നെയാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണല്ലേ? ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. ഓക്കെ, ഇത് വേറെ ജി ആണ് വരുന്നത് വേറെ അല്ലേ? GX ഓട്ടോമാറ്റിക് 8 സീറ്ററാണ് വരുന്നത്. മേജർ ആക്സിഡൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, മേജറായിട്ടുള്ള ക്ലെയിമുകൾ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഓക്കെ, വണ്ടി നീറ്റാണ്, വേറെ സ്ക്രാച്ചസ് ഉണ്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഷോറൂം സർവീസ് തന്നെയല്ലേ? പുള്ളി ഷോറൂം സർവീസാണ്. ഓക്കെ, വണ്ടി സീറ്റ് ഫാബ്രിക് ആണ്, നീറ്റാണ്. 8 സീറ്റാണ് വണ്ടി വരുന്നത്. റൂഫ് AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓഡിയോ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓഡിയോ 360 ഡിഗ്രി ക്യാമറ ഉള്ള ഓഡിയോ ആണ് ചെയ്തേക്കുന്നത്. 360 ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ? അതെ. പിന്നെ എയർ ബാഗ് ഡ്യുവൽ എയർ ബാഗല്ലേ വരുന്നത്? അതെ, ഡ്യുവൽ എയർ ബാഗ് തന്നെ വരുന്നത്. ഓക്കെ, അഡീഷണൽ സീറോ ചെയ്തിട്ടുണ്ട്. AC 4 പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് നമ്മൾ കോട്ട് ചെയ്തേക്കുന്നത് 2350 ആണ്. 2350. അതെ. ഓക്കെ, നെഗോഷ്യബിൾ ആണ് പ്രൈസ്? നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് ഓപ്ഷൻ എങ്ങനെ വരുന്നത്? ഫിനാൻസ് ഓപ്ഷൻ ഒരു 85 to 90% വരെ, മാക്സിമം ഒരു 90 വരെ 90 നമുക്ക് ഫിനാൻസ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടുത്ത വേണ്ടി അടുത്തതായിട്ട് നമ്മുടെ ഫോർച്യൂണറിൻ്റെ 4x4 Sigma 4 വേരിയൻ്റ് ആണ്. ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. ഓക്കെ, 89,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള ക്ലീൻ ഹിസ്റ്ററിയുള്ള ഒരു വാഹനം കൂടിയാണ്. ഓക്കെ, ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നില്ല? ഒന്നുമില്ല, റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു ഡോറ് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോർ സ്ക്രാച്ചസ് അല്ല, വേറെ ഇഷ്യൂ ഒന്നും അങ്ങനെയുള്ള റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് മേജർ ഇമ്പാക്റ്റ് ആണ് ഉദ്ദേശിച്ചത്, അതൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. വെഹിക്കിൾ ക്ലീൻ കണ്ടീഷനാണ്. അതുപോലെ ഇൻറ്റീരിയർ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഈ വാഹനം. നീറ്റ് ആയിട്ടുണ്ടല്ലേ? അത് ഇൻബിൽറ്റ് ലെതറാണ് കൊടുത്തേക്കുന്നത് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, നീറ്റ് കണ്ടീഷനാണ് കേട്ടോ. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, 4 പവറിൻ്റെ AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് AC, പുഷ് സ്റ്റാർട്ട്, കീലെസ് എൻട്രി എല്ലാം വരുന്നുണ്ട്. ഫുള്ളി ലോഡഡ് ആണ്. 4x4 ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 4x4 ഓട്ടോമാറ്റിക്. അതെ. ഓക്കെ, ടയർ കണ്ടീഷൻ എല്ലാം എബവ് 80% ടയർ ഉണ്ട്. ഒന്നും പറയാനില്ല, സ്ക്രാച്ചസ് പോലും ഇല്ല, നീറ്റ് കണ്ടീഷനിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഫോർച്യൂണർ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത് 37,500 ആണ്. 37,500 ആണ്. ഓക്കെ, അപ്പോൾ ഫിനാൻസ് ഓപ്ഷൻ ഓൾമോസ്റ്റ് ഒരു 85 to 90 ബിറ്റ്വീൻ. ഒരു 19 മോഡൽ ആയതുകൊണ്ട് ഒരു 85 വരെയൊക്കെ മാക്സിമം നമുക്ക് ഫിനാൻസ് കൊടുക്കാൻ പറ്റും. ഫിനാൻസ് അവൈൽ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അപ്പോൾ അടുത്ത വേണ്ടി ജീപ്പ് കോമ്പസ്. അടുത്തതായിട്ട് ജീപ്പിൻ്റെ ഒരു കോമ്പസിൻ്റെ സ്പോർട്സ് മോഡലാണ്. 2021 സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് അല്ലേ? മാനുവലാണ്. ഓക്കെ, അതെ. പുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനം തന്നെയാണ്. ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ വണ്ടിക്ക്? ഒന്നുമില്ല, വേറെ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ് അല്ലേ? കമ്പനി ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. ഓക്കെ, ഇന്ത്യയുടെ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വലിയ മെയിൻറ്റൈൻ ആണ്, നീറ്റ് ആയിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് ഉണ്ട്. അത് ഇൻബിൽറ്റ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC, 4 പവർ വിൻഡോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്. കീലെസ് സെൻറ്റർ വരുന്നില്ലല്ലോ അതിനകത്ത്? കീലെസ് സെൻറ്റർ വരുന്നില്ല, റിമോട്ട് ലോക്കാണ് വരുന്നത്. ഓക്കെ, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട് അല്ലേ? സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ഇനി നീറ്റാണ്, വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇതിൻ്റെ പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്തേക്കുന്നത് 15.90. 1590. ഓക്കെ, അപ്പോൾ ഫിനാൻസ് എങ്ങനെ വരും ഇതിൻ്റെ? ഫിനാൻസ് ഓൾമോസ്റ്റ് ഒരു 80 to 90 വരെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് മാരുതിയുടെ ഗ്രാൻഡ് വിറ്റാറയാണ്. 2023 സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. 23,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സ്ട്രോങ് ഹൈബ്രിഡ് ആണ്. ആൽഫ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. കണ്ടീഷൻ സ്ക്രാച്ചസ് പോലും ഇല്ല, നീറ്റ് ആയിട്ടുണ്ട്. ഷോറൂം കണ്ടീഷനാണ്. ഓക്കെ, ഇന്റീരിയർ ഫുള്ളി ലോഡഡ് ആണ്. നീറ്റ് ആണ്. റൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റൂഫ് സൺ റൂഫ് വരുന്നുണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് അല്ലേ? ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം വരുന്നുണ്ട്. ടോപ്പ് എൻഡ് വേണ്ടി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അലോയ്സ് ഡയമണ്ട് കട്ടല്ലേ വരുന്നത്? ഡയമണ്ട് കട്ട് അലോയ്സ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ ഫോഗ് ലാംപ്സ്, LED ഹെഡ്ലൈറ്റ്സ് എല്ലാം വരുന്നുണ്ട്. പ്രൈസ് നമ്മൾ കോട്ട് ചെയ്തേക്കുന്നത് 19.25. 19.25 ആണ് പ്രൈസ് കോട്ട് ചെയ്തത്. ഫിനാൻസ് എങ്ങനെയാണ് വരുന്നത്? ഫിനാൻസ് ഓൾമോസ്റ്റ് നമുക്ക് ഒരു ഫുള്ളി ഫിനാൻസ് കിട്ടുന്ന ഒരു മോഡൽ കൂടെയാണ്. 23 മോഡലൂടെ ആയതുകൊണ്ട്. ഓക്കെ, 1 ഇയർ വാറണ്ടി അവൈലബിൾ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഓൾമോസ്റ്റ് 19.25 വരെ തന്നെ ലോൺ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് പ്രീമിയം സെഗ്മെന്റിലോട്ട് കടക്കാം. യെസ്, എങ്ങനെയാണ്? ബെൻസിൻ തുടങ്ങാം. നമുക്ക് ബെൻസിൽ തന്നെ തുടങ്ങാം. 2016 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. GLA 200 ഡീസൽ. ഓക്കെ, പുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലുള്ള വാഹനമാണ്. ഓക്കെ, 50,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല.
ക്ലീൻ വെഹിക്കിൾ അല്ലേ, ഒരു സ്ക്രാച്ചസ് പോലും ഇല്ല, നീറ്റ് കണ്ടീഷൻ പോലും ഇല്ല. ഇന്റീരിയറും വെൽ മെയിൻറ്റൈൻ ആണ്, നീറ്റ് ആയിരിക്കുന്നുണ്ട്, ഒന്നും പറയാനില്ല. നമുക്ക് പിന്നെ എന്തൊന്നും പറയാൻ, നീറ്റ് ആയിരിക്കുന്നുണ്ടല്ലോ വണ്ടി. ഇത് നീറ്റ് കണ്ടീഷനിൽ തന്നെ ഇരിക്കുന്നത്. ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇന്റീരിയർ നീറ്റ് ആൻഡ് എന്താ പറയുക, ഫീച്ചർ റിച്ച് ആണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ GL എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? GLയുടെ പ്രൈസ് നമ്മൾ കോട്ട് ചെയ്തേക്കുന്നത് 24-25, 24.25. എന്നാലും നമ്മുടെ പ്രീമിയം സെഗ്മെന്റ് ചോദിക്കാൻ പറ്റാത്തൊരു കാര്യം ചോദിക്കട്ടെ, അതെ, ഇതിന് എത്ര മൈലേജ് വരുന്നത്? ഇതിൻ്റെ മൈലേജ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നല്ല മൈലേജുള്ള, ഇപ്പം ബെൻസിൻ്റെ ഏറ്റവും കൂടുതൽ മൈലേജുള്ള 1-2 മോഡലിലൊരു മോഡലാണിത്. GL ഓൾമോസ്റ്റ് കസ്റ്റമർ ഫീഡ്ബാക്ക് 18.5 to 19 മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ് ഡ്രൈവ് മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. സിറ്റി ഡ്രൈവിലാണെങ്കിൽ പോലും ഒരു 15 to 16 മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഓക്കെ, നമ്മുടെ പ്രൈസ് എങ്ങനെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത്? പ്രൈസ് ഇത് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത് 24-25. 24-25. അതെ, ഓക്കെ. നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ ചെറുതായിട്ട്? ലിറ്റിൽ ബിറ്റ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻസ് ഓപ്ഷൻ എങ്ങനെ വരും? ഫിനാൻസ് ഓപ്ഷൻ ഒരു 75 to 80% വരെ ഫിനാൻസ് ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത വണ്ടി ബെൻസിൻ്റെ തന്നെയാണ് വണ്ടി. 2012 C250 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്, ഡീസൽ മോഡലാണ്. ഇതും ക്ലീൻ ആൻഡ് നീറ്റ് കണ്ടീഷനിലുള്ള വാഹനം തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ കിലോമീറ്റർ ഓണർഷിപ്പ് എത്ര ഉണ്ടാവും? കിലോമീറ്റർ ഓടിയേക്കുന്ന ഒരു 60-നകത്ത് ഓടിയിട്ടുള്ളൂ. ലോ മൈലേജിലുള്ള വാഹനമാണ്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പാണ്. ഓക്കെ, റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നില്ലല്ലോ? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, ചെറിയ പെയിൻറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ബമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ല, മേജർ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല? മേജർ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ഓക്കെ, വണ്ടി നീറ്റാണ് കേട്ടോ, ഇന്ത്യയിൽ നീറ്റാണ്, ഓട്ടോമാറ്റിക്. അതെ, ക്ലീൻ കണ്ടീഷൻ വണ്ടി. അപ്പോൾ C ക്ലാസ് മൈലേജ് നമുക്ക് എത്ര പ്രൊവൈഡ് ചെയ്യും? മൈലേജ് ഇത് ഓൾമോസ്റ്റ് ഒരു 16 ഒക്കെ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. ഒരു മോഡലൂടെയാണ്. ഓട്ടോമാറ്റിക് ഡീസൽ അല്ലേ? ഓട്ടോമാറ്റിക് ഡീസൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൈസ് എങ്ങനെ കോട്ട് ചെയ്യും? ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഒരു അട്രാക്റ്റീവ് പ്രൈസിലാണ് ഇപ്പം സെല് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുന്നത്. 12.25. 12.25. അതെ, 12.4. ഓക്കെ, ഫിനാൻസ് സാധ്യതയില്ല 12 ആയതുകൊണ്ട്? ഫിനാൻസ് നമുക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ അധികം നമുക്ക് ബാങ്കുകളിലൊന്നും, നമുക്ക് എല്ലാ നാഷണലൈസ് ബാങ്കുകളിലൊന്നും ഒപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം മോഡൽ ഇയർ ഇതായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വാറണ്ടിയും വരുന്നില്ലല്ലോ, കാരണം വാറണ്ടി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. 16 മേളിൽ വാറണ്ടി വരുന്നുള്ളൂ. അതെ അതെ. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് ബെൻസിൻ്റെ തന്നെയാണ് വീണ്ടും. CLAയുടെ 200 ഡീസൽ മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ഇരിക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയേക്കുന്നതും വളരെ ലോ മൈലേജിലുള്ള വാഹനമാണ്. 30,000-നകത്തെ വാഹനം ഓടിയിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള വാഹനമാണ്. ഇതും ഓണർഷിപ്പ് സിംഗിളിനാണോ? ഓണർഷിപ്പ് സിംഗിൾ തന്നെയാണ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് കണ്ടീഷനാണ്, സ്ക്രാച്ചസ് ഒന്നുമില്ല, ക്ലീൻ വെഹിക്കിൾ തന്നെയാണ്. ഓക്കെ, ഇതിന് ഫ്രെയിംലെസ് ഡോറാണ് വരുന്നത്? അതെ അതെ, ഒരു കൂപ്പേ ഡിസൈൻ കൂടെ ആയതുകൊണ്ട്. കൂപ്പേ ഡിസൈൻ ആയതുകൊണ്ട് ഫ്രെയിംലെസ് ആണ്. നീറ്റാണ്, ഒന്നും പറയാനില്ല. എന്നത്തെ പോലെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, കാണുമ്പോൾ നീറ്റായിട്ട് കൊണ്ടല്ലോ, എന്ത് പറയാനായിട്ട് ഒന്നും പറയാനില്ല. ക്ലീൻ കണ്ടീഷൻ, ഷോറൂം കണ്ടീഷൻ തന്നെയാണ് വണ്ടികൾ. നീറ്റ് ആൻഡ് ഏറ്റവും ടോപ്പ് മോഡലാണ്, സ്പോർട്സ് മോഡലാണ്. സൺറൂഫ് എല്ലാം വരുന്നുണ്ട്, സൺറൂഫ് ഒക്കെ വരുന്നുണ്ട്. ക്ലീൻ കണ്ടീഷൻ വണ്ടി. അതെ, സ്പോർട്ടാണല്ലേ വരുന്നത്? സ്പോർട്ടാണ് വരുന്നത്, ഏറ്റവും ടോപ്പ് മോഡലാണ് വരുന്നത്. ഓക്കെ, ഡീസലിൻ്റെ ആ സമയത്തുള്ള ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി. അതെ. ഓക്കെ, അപ്പോൾ ഇതിന് മൈലേജ് ചിലപ്പോൾ 16 കിട്ടും. ഇതും ഓൾമോസ്റ്റ് ഒരു 18 ഒക്കെ നമുക്ക് മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. കസ്റ്റമർ ഫീഡ്ബാക്ക് അത്രയും ഉണ്ട്, മൈലേജ് കിട്ടുന്ന ഒരു മോഡലാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 31 lakhs ആണ്. 31 ലക്ഷം രൂപ. അതെല്ലാം സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണല്ലോ പ്രൈസുകളെല്ലാം? തീർച്ചയായിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിനാൻസ് ഓപ്ഷൻ എങ്ങനെ വരും? ഫിനാൻസ് ഓപ്ഷൻ ഓൾമോസ്റ്റ് ഒരു 80 to 90% ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി ജാഗ്വാർ XF. അതെ അതെ, ജാഗ്വാറിൻ്റെ XF മോഡലാണ്. 2014 വണ്ടിയാണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണോ? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഇത് XF ഏതാ ചെയ്യുന്നത്? പ്രീമിയം ആണോ വരുന്നത്? XF വരുന്നത് ലക്ഷറി മോഡലാണ്. ലക്ഷറി ആണ് വരുന്നത് അല്ലേ? ടോപ്പ് മോഡലാണ്, ആ സമയത്തുള്ള ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. ഓക്കെ, വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നില്ലല്ലോ? ഒന്നും വരുന്നില്ല, ക്ലീൻ കണ്ടീഷൻ ഉണ്ട്, വേറെ സ്ക്രാച്ചസ് ഒന്നുമില്ല, നീറ്റ് കണ്ടീഷനാണ്. എയർ കണ്ടീഷൻ എബോവ് 70% വരുന്നുണ്ട്. ഓക്കെ, നമ്പർ വേണ്ട. ഇൻറ്റീരിയറും നീറ്റാണ്, സീറ്റ് ലെതറാണ്, പുളിഷൻ നീറ്റായി കൊണ്ട്. ഓക്കെ, ഇൻറ്റീരിയർ കണ്ടീഷൻ നീറ്റാണ്. ഇതിന് സൺറൂഫ് എല്ലാം വരുന്നുണ്ടല്ലോ അല്ലേ? സൺറൂഫ് വരുന്നുണ്ട്, സിംഗിൾ സൺറൂഫ് വരുന്ന മോഡലാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ജാഗ്വാറിൻ്റെ വില വരുന്നത്? ഇതിൻ്റെ പ്രൈസ് നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്നത് 17.80. 17.80. 17,70,000 രൂപ. 80,000 രൂപ. അപ്പോൾ ഇതിന് ഫിനാൻസ് ഓപ്ഷൻ അവൈലബിൾ ആണോ? ഫിനാൻസ് ഓപ്ഷൻ അവൈലബിൾ ആണ്. 2014 മോഡലാണല്ലോ, നമുക്കൊരു 60 to 70%, 75% വരെ ഫിനാൻസ് ഒപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. അപ്പോൾ ശരി, നമുക്കൊരു അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ.